Hi all, welcome to Joe Movie World. ജാനകി വി വേസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടു. ഒറ്റ വാചകത്തിൽ പറയാനാണെങ്കിൽ ഒരു എവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതിനുള്ള കാരണങ്ങൾക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നവാഗതനായിട്ടുള്ള പ്രവീൺ നാരായണനാണ് ഇതിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിന് ക്രൂ ഒരു ഓൾമോസ്റ്റ് പുതിയ ആൾക്കാരാണ്. മ്യൂസിക് ആണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, എല്ലാതും പുതിയ ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, അസ്കർ അലി, ബൈജു, അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പടത്തിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് എവറേജ് എക്സ്പീരിയൻസ്, എവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോശം എന്നല്ല, നമുക്ക് കാണാം, കണ്ടിരിക്കാം, അത്ര തന്നെ. ഇതില് സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്കാണ്. കാസ്റ്റിംഗ് പലയിടത്തും ശോകം, പുവർ എന്ന് പറയില്ലേ. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ തന്നെ മോനെ കാസ്റ്റ് ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ മിസ്ഫയർ. ടോട്ടലി ആൾക്ക് പറ്റില്ല. ആൾക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രം, ആള് ഭയങ്കര അത് എന്താ പറയാ, ടോട്ടലി നമുക്കത് മോശമാക്കി തീർത്തു. മാധവ് സുരേഷിന്റെ കഥാപാത്രം കണ്ടാൽ മനസ്സിലാവും. പലയിടങ്ങളിലും ഓവർ ഡ്രാമാറ്റിക് ആണ് ആൾക്ക് എക്സ്പ്രഷൻ വരുന്നില്ല. പക്ഷെ അനുപമ അത്യാവശ്യം ഒരു നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അവളെ സംബന്ധിച്ചിടത്തോളം ടഫ് റോളായിരുന്നു. പിന്നെ ഇതില് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ അഭിനയിപ്പിക്കാൻ ഈ പറഞ്ഞ ക്രൂവിനോ ഈ പറഞ്ഞ മേക്കേഴ്സിനോ തീരെ സാധിച്ചിട്ടില്ല. അത് ഈ സീൻസ് ഇമ്പാക്റ്റ്ഫുൾ ആവാതിരിക്കാൻ ഉള്ള ഒരു കാരണമായിട്ട് വരികയും ചെയ്തു. പിന്നെ ഇതിൽ കുറച്ച് അധികം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും സ്ട്രോങ് ആണ്, കോൺട്രവേഴ്സി ആണ്. അതായത് ഇന്നത്തെ ഗവൺമെന്റിനെയും എല്ലാ കാര്യങ്ങളും അവര് നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാതെ മോശമല്ല, ചില കാര്യങ്ങൾ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. സുരേഷ് ഗോപിയുടെ സ്വാഗ് ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് മാത്രം അവര് ഇത് നമുക്ക് കാണിക്കണമെന്ന് നിർബന്ധമുള്ളത് പോലെ ഇതിന്റെ മേക്കേഴ്സും ക്രൂവും കാണിച്ചപ്പോൾ അത് കുറച്ച് അരോചകമായിട്ട് അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെ തോന്നി. പക്ഷെ സുരേഷ് ഗോപി ഉള്ളത് ഓക്കെ. സുരേഷ് ഗോപി സ്ക്രീൻ പ്രസൻസും കുറവാണ്. പിന്നെ എന്താ പറയാ, മൊത്തത്തില് അവർക്ക് എന്തൊക്കെയോ കാണിക്കണമെന്നുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അവർക്ക് പറയാനും പറ്റി. പക്ഷെ മൊത്തത്തിൽ ഒരു ഓവറോൾ പ്രൊഡക്റ്റ് വീക്കാണ്. എനിക്ക് എവറേജ് ആയിട്ട് തോന്നിയത് സ്ക്രീൻ പ്ലേ ആണ് അതിന്റെ ഒരു മെയിൻ കാരണം. ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ ഫയർ ബ്രാൻഡ് ഡയലോഗുകൾ കേട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ വന്നേക്കാം. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. കാരണം ഇതിൽ കുറച്ച് നല്ല രംഗങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഓവറോൾ പ്രൊഡക്റ്റ് ഒരു വീക്ക് പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ എനിക്കൊരു ജസ്റ്റ് വൺ ടൈം എവറേജ് വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.